ഇങ്ങനെ ഉദയനാണ് താരം പടത്തിൽ കുറേ ആർട്ടിസ്റ്റിനെ ദിലീപിനെയും മമ്മൂക്കയും പ്രേം നസീർ സാറിനും ഒക്കെ ഒരുപാട് കളിയാക്കിയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ വെരി സക്സസ്ഫുൾ മൂവിയാണ്. വൈ ഡിഡ് യു ഡു ദാറ്റ്? ഉദയനാണ് താരത്തിന് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തിനാണ് കൊടുത്തത്? ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ രോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന അതിൻ്റെ സംവിധായകൻ, അയാളുടെ ചില ആഗ്രഹങ്ങളുമായിട്ട് എന്നെ സമീപിച്ചപ്പോൾ അപ്പം ഞാനതിൻ്റെ കുറേ സാധ്യതകൾ, അയാൾ അങ്ങനെ ഒന്നും സംഭവം പറഞ്ഞില്ലായിരുന്നു, അതിനെപ്പറ്റി ആലോചിക്കില്ലായിരുന്നു. അപ്പം ഒരുപാട് വർഷക്കാലത്തെ എൻ്റെ സിനിമ എക്സ്പീരിയൻസസ് അതിൽ പ്രയോഗിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടു. നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് സംവിധായകരും താരങ്ങളും അങ്ങനെ നിരവധി എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം കണ്ടത് മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സിനിമ തുടങ്ങിയ കാലം മുതൽ ഓരോരോ ആളുകൾ, ഓരോ ഘട്ടത്തിൽ താരങ്ങൾ, സംവിധായകർ, നിർമ്മാതാക്കൾ ഒക്കെ സിനിമയോട് എടുത്തിട്ടുള്ള സമീപനം, അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ ധാരണയിലുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പരാമർശിച്ചു പോയി. ഞാനിത് ശരിക്കും ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ ചിന്തകളാണ്. അവർക്ക് സിനിമയുടെ പുറകിലുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വലിയ ധാരണകളില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രാമോജി റാവ് ഫിലിം സിറ്റിയെ പറ്റി ആ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മളെ ഫിലിം സ്റ്റുഡിയോ എന്ന് പറയുന്ന നാട്ടിലുള്ള ആളുകൾ കണ്ടിട്ടുള്ള എന്താണ്? ഫോട്ടോ എടുക്കുന്ന ഒരു സ്റ്റുഡിയോ. അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ വിശാലമായി ചിന്തിച്ചാൽ ചിലപ്പോൾ ഒരു വലിയ ഫ്ലോറിനകത്ത്. അപ്പോൾ ഈ രാമോജി റാവ് ഫിലിം സിറ്റി എന്ന് പറയുന്നത് 2200 ഏക്കർ വലിപ്പത്തിലുള്ള എയർപോർട്ടും പിന്നെ റെയിൽവേ സ്റ്റേഷനും വലിയ സ്റ്റാർ ഹോട്ടലുകളും ഒക്കെയുള്ള വലിയ വിശാലമായൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റുഡിയോയെക്കുറിച്ച്, ജനങ്ങൾക്ക് സിനിമയെക്കുറിച്ചിട്ട് സ്റ്റുഡിയോയെ പറ്റിയിട്ട് ഒരു വ്യക്തമായ ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവാനും, സിനിമയുടെ പുറകിലുള്ള കുറേ കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് അവർക്ക് മനസ്സിലാവാനും, അത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു പോയിട്ടുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഏതെങ്കിലും ആളുകളെ, ഈ താരങ്ങളെ കളിയാക്കി എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ മാത്രം എടുത്ത് കളിയാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ ചെയ്തിട്ടില്ല. മൊത്തത്തിലുള്ള എൻ്റെ ഒരു ഫീൽ അതിൽ പറഞ്ഞു. ആ ഒരു കൺസെപ്റ്റിനെയാണ് കളിയാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയല്ല. അതെ, ഇപ്പോൾ ഈ ഒരു സ്റ്റാർഡം ഒക്കെ ക്രിയേറ്റ് ആവുമ്പോഴേ തമിഴകത്ത് നോക്കിയാലും കുറേ ആക്ടേഴ്സും ആക്ട്രസസും CM ആയിട്ടുണ്ട്. അതേമാതിരി ഒരു മലയാള സിനിമയിലും കാണുമ്പോഴൊക്കെ ഇപ്പോൾ നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് ഉണ്ട്. അവർ പറയണ മാതിരിയാണ്, അവർ ചെയ്താൽ അതുമാതിരി ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു രാഷ്ട്രീയത്താണെങ്കിലും അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ട് ഫാൻ ക്ലബ്സ് ആണെങ്കിലും ഇവർ തമ്മിലും ഫൈറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നുമില്ലേ? ബിക്കമിങ് ലാർജർ ദാൻ ലൈഫ്. ആ സ്റ്റാർഡം നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കുക. എനിക്കിങ്ങനെ ഇമേജ് ഉണ്ട്, അതിന് ഗോയിങ് ത്രൂ ദാറ്റ് ഓൺലി യു ഹാവ് ടു റൈറ്റ് എ സ്റ്റോറി. അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യില്ല, അത് ഞാൻ ചെയ്യില്ല എന്നുള്ള സ്റ്റാർഡമ്മിൻ്റെ ചില അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആളുകൾക്ക് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം സത്യൻ മാഷൊക്കെ വളരെ വലിയ ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന പദവിയിൽ നിൽക്കുമ്പോഴും നെഗറ്റീവ് റോളുകളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കരുനിഴൽ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, പ്രേം നസീറും സത്യൻ, ഷീല ഒക്കെ അഭിനയിച്ചത്. അപ്പോൾ അതിൽ നസീർ സാറും ഷീലയും ഒക്കെ കാമുകനും ഈ നസീർ സാറിനെയൊക്കെ കൊക്കയിലെറിഞ്ഞ് കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ് ആര് സത്യൻ മാഷ് ചെയ്തത്. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യുമ്പോൾ തന്നെ ഇത്തരം റോളുകൾ ചെയ്യാൻ അവർക്ക് വിമുഖത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ നമ്മളെ താരങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് തന്നെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതോടുകൂടി അങ്ങനെയൊക്കെ ചെയ്താൽ ആളുകളുടെ ഇടയിലുള്ള ഇമേജ് തകർന്നു പോകുമെന്ന് വിചാരിക്കുന്ന അത് വളരെ മോശം ഏർപ്പാടാണ്. അത് ഞാൻ എപ്പോഴും അത് സമ്മതിക്കും. പിന്നെ ഈ ഫാൻസിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടേ ഇല്ല. നമ്മൾ സംവിധായകരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി വേണം എന്ന് പറഞ്ഞില്ലേ സാർ? അത് കാരണമാണോ ഇത്രയ്ക്കും 2 സിനിമ മാത്രം സംവിധാനം ചെയ്തു, കുറേ ഗ്യാപ്പിന് ശേഷമാണ് 3rd സിനിമ ഇനിയും വന്നിട്ടില്ല? അത് കാരണമാണോ ഇത്രയും ഗ്യാപ്പ് വരുന്നത് താങ്കൾ സംവിധാനം ചെയ്യുന്ന പടങ്ങളിൽ?
അത് മാത്രമല്ല, കാരണം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന എന്ന് വെച്ചാൽ എനിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്ന ഒതുങ്ങുന്ന ഒരു വിഷയം തോന്നിയാൽ ഞാൻ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു കഥ ഒന്നും എനിക്ക് ഫലിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഡയറക്ടറുടെ പോസ്റ്റിൽ വരുമ്പോൾ എനിക്ക് വഴങ്ങുന്ന ഒരു ചെറിയ സബ്ജക്റ്റ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വലിയ ബഹളവും ഒച്ചപ്പാടൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ ധാരാളം സിനിമകൾ ഇങ്ങനെ സംവിധാനം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു മോഹമൊന്നുമല്ല. കാരണം ഇപ്പോൾ എഴുതുന്ന സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? മീഡിയത്തിലേക്കുള്ളൊരു ട്രാൻസ്ഫർ ഒക്കെയാണല്ലോ സംവിധാനം എന്ന് പറയുന്നത്. ശരിയാണ്. അങ്ങനെ ഒരു ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ തിരക്കഥാകൃത്തിൻ്റെയാണ് ആദ്യത്തെ ഒരു സീഡ് അവിടെ നിന്നാണ് വരുന്നത്.